ഞാനൊരു കഥ പറയട്ടെ. എന്റെ ഓർമ്മശക്തിയെ പറ്റിയിട്ട് എല്ലാവരും എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. അയ്യോ, എല്ലാം ഓർത്തിരിക്കുമല്ലോ, എന്താണെങ്കിലും ഓർത്തിരിക്കുമല്ലോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ഒരുപാട് പേരൊന്ന് ചോദിക്കാറുണ്ട്. എന്താണെന്നറിയത്തില്ല, എന്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ അന്നും ഒന്നും ഭയങ്കര സെലക്റ്റീവാണ്. എന്താണെന്ന് അറിയത്തില്ല, ചില കാര്യങ്ങൾ ഞാനങ്ങ് മറക്കും. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാനങ്ങ് ജീവിക്കും. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ ബസ്സൊന്നും അധികം ആ റൂട്ടിലോട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ നമ്മളെ ജീപ്പിൽ ഇങ്ങനെ ടേൺ ആയിട്ട് ഓടത്തില്ലേ, അപ്പം ഞാനൊരു ജീപ്പിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം ഞാൻ രാവിലെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ജീപ്പിൽ കയറി ഇരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ ഒരു ജീപ്പ് നിർത്തിയിട്ടേക്കാണ്. അപ്പം അവിടെ അടുത്ത് തന്നെ ഒരു നേഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഓടി വന്നിട്ട് എന്റെ കൂടെ ജീപ്പിൽ കയറി ഇരുന്നിട്ട്, അയ്യോ ഗായത്രി, എത്ര നാളായി കണ്ടിട്ട്, നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്നോടൊന്നും മിണ്ടി. ഞാൻ അപ്പം തൊട്ടിരുന്ന് ആലോചിക്കും, ദൈവം തമ്പുരാനെ, ഇത് ഏത് കൊച്ചു, എനിക്കിതിനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ, ഇത് ആര് ചോദിച്ചാൽ മോശമല്ലേ, കാരണം എന്റെ പേര് വരെ ഇങ്ങോട്ട് അറിയാം. എന്നിട്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്ന, ചേച്ചിയുടെ കാര്യം ചോദിക്കുന്ന, നീ ഇപ്പൊ എവിടാ പഠിക്കുന്ന, എല്ലാം എന്റെ ഫുൾ കാര്യം ചോദിക്കോ. എന്റെ ഏതോ ഒരു ബന്ധു ഇപ്പൊ എന്തോ ചെയ്യോ എല്ലാം. അപ്പൊ ഞാൻ വരിക, ഓക്കെ, ഇതെന്നെ അറിയാവുന്ന ആരോ. അപ്പം ഈ സംഭവം നടന്നിട്ട് ഏകദേശം 5 or 6 വർഷമായി കേട്ടോ. അപ്പൊ ഇന്നും അവൾ എന്റെ ഒരു ഫ്രണ്ടാണ്. പക്ഷെ ഇന്നും ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല, എന്താ എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടതെന്നോ ഒന്നും ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല. എനിക്ക് ഇന്നും തൊട്ട് അറിയത്തതുമില്ല ഞങ്ങൾ എങ്ങനെയാണ് കണ്ടതെന്നോ മിണ്ടിയൊന്നോ ഒന്നും അറിയത്തില്ല. അപ്പൊ ഇതാണ് എന്റെ ഓർമ്മശക്തി എന്ന് പറഞ്ഞൊരു സാധനം. അപ്പം എനിക്ക് ഡേറ്റ്സ്, ചില കാര്യങ്ങൾ, ചില സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് വെക്കുക. എന്താണെന്ന് എനിക്ക് അറിയില്ല, ഇത് എന്ത് പ്രതിഭാസമാണെന്ന് എനിക്കറിയില്ല.